പച്ചമുളക് ചെടി രണ്ടാം തവണ കായ്ച്ചു തുടങ്ങിയെങ്കിലും അതിൻ്റെ വളർച്ച കുറച്ച് മുരടിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു പച്ചമുളക് ചെടി കണ്ടില്ലേ, ഇത് നട്ട സമയം മുതൽ തന്നെ നല്ല രീതിയിൽ വളങ്ങളിട്ട് കൊടുക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരികയും ഇപ്പോൾ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. മണ്ണിലും വെയിലുമായിട്ട് വളങ്ങളിട്ട് കൊടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇലകളിൽ വരുന്ന ഫംഗസും ചെറിയ മുരടിപ്പും ചെറിയ ചെറിയ കീടാണുക്കൾ വരുന്നതൊക്കെ. ഇതിൻ്റെ ശ്രദ്ധ കുറച്ച് കുറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു. ഇതിലും വന്നിട്ടുണ്ട്. സാരമില്ല, തുടക്കമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഒന്നും വിടാതെ എല്ലാ ഇലകളിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ലായനി തയ്യാറാക്കണം. ഇന്നത്തെ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞുതരാം, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ. ഈ ജനുവരി മാസം നല്ല കാറ്റായതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു പൊടിക്ക് ഉഷാറ് കമ്മിയായ സാധനമാണ് ഇത്, ചീനിമുളക്. ഞാൻ വെട്ടിവിട്ടതോടെ അത് പിന്നെ നേരവണ്ണം കായ്ച്ചിട്ടില്ല. അതുപോലെ തന്നെ 2 പച്ചമുളക് ഞാൻ കൊണ്ടു നട്ടിട്ടുണ്ട്. തക്കാളി ചെടിയിൽ ഫുൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് പച്ചമുളകിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. ശരി, നമുക്കെന്തായാലും അതിന് ലായനി തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം, ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. എന്നിട്ട് ഇതിലോട്ട് 1 പിടി ചാരം ആഡ് ചെയ്യുക. ഞാനിവിടെ വിറക് കത്തിച്ചിട്ടുള്ള ചാരമാണ് ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 4-5 മണിക്കൂർ ഇതൊന്ന് മിക്സ് ചെയ്തത് മാറ്റി വയ്ക്കുക. ഞാൻ 1 ദിവസത്തോളം വെച്ചു. എന്നിട്ട് അരിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിൽ തെളിച്ചു കൊടുത്താലും മതി. ചെടികളിലെ എല്ലാ ഇലകളിലും, ഇലകളുടെ അടിയിലും പൂവിലായാലും മൊത്തത്തിൽ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രേ ബോട്ടിൽ അത്രയ്ക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ബാക്കിയുള്ള ചെടിക്കൊക്കെ ഞാൻ തെളിച്ചാണ് കൊടുത്തത്. ബാലൻസ് വന്നിട്ടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഞാൻ എല്ലാ ചെടികൾക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു. ടിപ്സ് ഇഷ്ടപ്പെട്ട എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.